സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. സാർ ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു മുതൽ സാർ ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട്. അങ്ങ് ഇടപെട്ടില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാനിവിടെ കണക്കുകളാണ് പറഞ്ഞത്. സർ, കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്നും മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ. മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ 4 മെഡിക്കൽ കോളേജുകൾ പഠനം തുടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 21 നഴ്സിംഗ് കോളേജാണ് സാർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. സാർ, ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് UDF കാലത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു സാർ. കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ, ഇപ്പൊ തൃശ്ശൂരില് അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് സാർ. 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ. യു ക്യാൻ ചാലഞ്ച്, അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇടതുപക്ഷ സർക്കാരും അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ. അല്ലാതെ ഒരു ഫണ്ടല്ല നമ്മൾ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് പറയുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സർ. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിവിധ സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതികൾ പ്രകാരം അർഹരായ രോഗികൾക്ക് പദ്ധതി മാനദണ്ഡ പ്രകാരമുള്ള സൗജന്യ ചികിത്സ നൽകി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള രോഗികൾക്ക് ആവശ്യമായ വിവിധ പരിശോധനകൾ, മരുന്നുകൾ, ഇംപ്ലാന്റുകൾ, ചികിത്സാ ഉപകരണങ്ങൾ എന്നിവ ആശുപത്രി സൂപ്രണ്ടുമാർ നടപടിക്രമം പാലിച്ച് വാങ്ങി ലഭ്യമാക്കണമെന്നതാണ് വ്യവസ്ഥ. ആയതിനാൽ സ്കീമുകളിൽ ഉൾപ്പെടുന്ന രോഗികൾക്ക് സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട്. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്പ് മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചില മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ആ ഉപകരണങ്ങൾ ഇല്ല എന്ന വാർത്ത വരുന്നു. എന്നിട്ട് സർ എക്സ്റേ ഫിലിം പോലും ഇല്ല എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. സർ, സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഉത്തരത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് സാർ, അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം 1498 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സാർ. അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം സാർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം UDFന്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ LDFന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ 4 വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ UDFന്റെ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ 15,64,00,000 രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 41,84,93,781 രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത്. സർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 വർഷ കാലയളവിൽ സർ
കിഫ്ബിയുടെ 43 കോടി രൂപ കൂടി, അതിന്റെ എക്യുപ്മെന്റ്സ് കൂടിയുണ്ട് സാർ. സ്പെക് സ്കാനും ഉൾപ്പെടെയുള്ളവ. അങ്ങനെ 80,66,00,000 രൂപയുടെ ഉപകരണങ്ങൾ സാർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ, ഞാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സാർ. അതിൽ ഈ റിപ്പോർട്ടിൽ സാർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ്. അതിൽ ഈ സമിതി യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ. അതിൽ പറയുന്നത് ഈ എക്യുപ്മെന്റ് പ്രൊക്യൂർമെന്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 2011 മുതൽ 16 വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യുപ്മെന്റ്സ് അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ 26,90,000 രൂപയാണ് സാർ. അതേസമയം 2018 മുതൽ 22 വരെയുള്ള 4 വർഷ കാലയളവിൽ സാർ 1,43,73,000 രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം സാർ 2022 മുതൽ 24 വരെ അവിടെ ചെലവഴിച്ചത് 1,12,00,000 രൂപ സാർ. അതിനുശേഷമുള്ളത് ഇപ്പോ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സാർ. അതുകൂടാതെ HDSൽ നിന്ന് 31,72,822 സാർ. ഇവിടെ കാണേണ്ടത്, ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണം സാർ, അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സാർ സർക്കാർ നയം. അല്ലാത്ത രോഗികൾക്ക് HDS വഴി അത് ലഭ്യമാക്കും. അപ്പൊ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും. ഈ ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത്. അത് ബില്ലിന്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക. അപ്പൊ ഇവിടെ സൗജന്യമായി സ്കീമുകളിലൂടെ ലഭ്യമാകുന്നത് ഉറപ്പാക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു രോഗികളിൽ നിന്ന് ഇപ്പോ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സാർ. ഇപ്പൊ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു, പ്രൈവറ്റും സർക്കാരും സാർ. സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സാർ. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാർ. 2021 ഈ സർക്കാരിന്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം 2.5 ലക്ഷമായിരുന്നു സാർ. 2024 മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ 6.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സാർ. ഇതാണ് വ്യത്യാസം. അത്രയും പേർക്ക് അതോടൊപ്പം സാർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. OP എത്തുന്നത് 2015-16 8 കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ 13 കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ എൻട്രി, ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി. രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല, ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് കഴിയും. ബഹുമാനപ്പെട്ട മന്ത്രി ചെലവഴിച്ച കണക്കുകളുടെ കാര്യങ്ങളൊക്കെ സാർ, കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞ ഒരു മറുപടി ഞങ്ങളുടെ തകരാറല്ല, സിസ്റ്റത്തിന്റെ തകരാറാണ്. പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എന്റെ മറുപടിയായിരുന്നു സാർ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു. ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ, ഇതില് ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. ഇപ്പൊ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ. സാർ, ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രൊസീജിയറിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക 1 ലക്ഷം രൂപയാണ് ഒരു HDSന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ. സാർ, ഇപ്പോൾ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ വില കൂടിയിട്ടുണ്ട്. അപ്പൊ ആ 1 ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സാർ, ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ. 2015-16 അവരുടെ സർക്കാരിന്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ. അന്ന് 114 കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ. 2024-25 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1498.5 കോടി രൂപ സാർ. സാർ, ഈ 4 വർഷം ഈ സർക്കാരിന്റെ 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. എത്ര ലക്ഷമാണ്? 25,17,000 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. സാർ, ഇത് ഒരു പ്രത്യേക പ്രൊസീജിയർ മാത്രമല്ല, എല്ലാ പ്രൊസീജിയറും. ഇപ്പൊ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ UDFന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി. പക്ഷേ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി
പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സർ. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ്. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സർ. സർ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സർ സ്വകാര്യ മേഖലയിൽ 40-45 ലക്ഷം രൂപയാണ് സർ. അതാണ് സൗജന്യമായി നൽകുന്നത് സർ. ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി സർ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് NSSO നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സർ. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സർ. സർ, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സർ 2016 ഗ്രാമീണ മേഖലയിൽ 17,054 രൂപ. ഞാൻ പറയുന്നല്ലോ, നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് ഗ്രാമീണ മേഖലയിൽ 2016 17,054 രൂപ, നഗരമേഖലയിൽ 23,123 രൂപ. സാർ, 2024 റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സർ? ഗ്രാമീണ മേഖലയിൽ 17,000 എന്നുള്ളത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 7,000 കുറഞ്ഞു, 10,929. നഗരമേഖലയിലെ 23,000 എന്നുള്ളത് 10,000 രൂപ കുറഞ്ഞ് 13,140 രൂപയായി. ഇതാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഇന്റർവെൻഷൻസ്. കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതിയുള്ള ഹോസ്പിറ്റലുകളിൽ 1,500ഓളം കോടി രൂപ ഗവൺമെന്റ് കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. സാർ, ഞാൻ പറഞ്ഞു 4 വർഷം 7,708 കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട്. അതിൽ ധനവകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 92 കോടി രൂപ, അതിൽ നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത്. കഴിഞ്ഞ ദിവസം 92 കോടി രൂപ നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് നൽകിക്കൊണ്ട് പോവുകയാണ് സർ. സർ, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മാനന്തവാടിയിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു സർ. സർ, അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട് സർ. അദ്ദേഹം പറഞ്ഞത് മഴ എന്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ് സർ. ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല സർ. ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ. കുത്തഴിഞ്ഞ അവസ്ഥയാണ്. ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് UDF കാലത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു സാർ. കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇപ്പൊ തൃശ്ശൂരില് അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് സാർ. 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ. 4,000 കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് സാർ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെന്റേഴ്സിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശൂർ ജില്ലാ ആശുപത്രിയിലെ കാർഡിയാക് ടീം നടത്തി സാർ. ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം. കാരണം തൃശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് സാർ. സാർ, ഞാൻ പറയുന്നത് പറയുന്നതിനെ കുറിച്ച് എനിക്ക് മറുപടി പറയാനില്ല സാർ. ഞാൻ പറഞ്ഞത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം സാർ. ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് അതായത് 2 കാര്യങ്ങളാണല്ലോ സാർ. സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ. ഈ മാറ്റം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. SHA സ്ഥാപിച്ചത് 2019 2020-21 മുതൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അന്ന് UDFന്റെ കാലത്ത് 30,000 രൂപയായിരുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ. കാരണം ഇതിൽ ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല, ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. 30,000 രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് സാർ. ഇന്ന് എത്രയാണ് ഒരു വർഷം? 5 ലക്ഷം രൂപയാണ് സാർ. 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത് സാർ. ഈ നാഷണൽ സ്റ്റാറ്റിസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ 2015-16 സാർ 17,000 രൂപയായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. നഗരമേഖലയിൽ 23,000 രൂപ. ഇന്ന് 2024 കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ 13,000 രൂപയായി. 10,000 രൂപ കുറഞ്ഞു സാർ. കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ, ഞാൻ കാത്തലാബിന്റെ കാര്യം പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ 6 ലക്ഷം രൂപയായിരുന്നത് തൃശൂർ കാത്തലാബിൽ സൗജന്യമായി ചെയ്യുന്നു. കാസ്പിൽ ഉള്ളവർക്ക്, പുറത്തുള്ളവർക്കോ കാർഡ് ഇല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് 2 സ്റ്റെന്റ് ആണെങ്കിൽ 1,20,000 രൂപ ആ നിലയിൽ ചെയ്യുന്നു സാർ. ഇതാണ് മാറ്റം. തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്ത് ലാബ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി മന്ത്രി പറയുന്നത്. സാർ, എന്റെ ചോദ്യം ഇതാണ് സാർ.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ 16, 17, 18, 19 4 വാർഡുകൾ 600ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ 4 വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നിപ്പോ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുകയാണ് സാർ. ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ് ഇത് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ച്. ഇന്നിപ്പോ അവിടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു കൺസ്ട്രക്ഷനും ആരംഭിച്ചിട്ടില്ല. 4 വർഷമായി പൊളിച്ചു കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മന്ത്രിക്ക് പറയാമോ? യെസ് മിനിസ്റ്റർ. ഒരു കാത്ത് ലാബ് അല്ല സാർ, 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്ത് ലാബ് സ്ഥാപിക്കും. ഇടുക്കിയിലും നമ്മൾ ഇടുക്കി പാക്കേജിലും മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട്, പ്ലാൻ ഫണ്ടിലും അനുവദിച്ചിട്ടുണ്ട് സാർ. അപ്പൊ ഇപ്പൊ 13 ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അവസാനം ഉദ്ഘാടനം ചെയ്തത് വയനാടാണ് സാർ. അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്ത് ലാബുകൾ ഇന്ന് സാധ്യമായി. ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ 4 മെഡിക്കൽ കോളേജുകൾ പഠനം തുടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 21 നഴ്സിംഗ് കോളേജാണ് സാർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം ചോദിച്ചത് നന്നായി സാർ. സാർ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര കോടി രൂപയാണ് ഉപകരണങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് സാർ. സാർ 700 കഴിഞ്ഞ തൊട്ട് മുൻപ് അങ്ങേയും വിളിച്ചിരുന്നു, നമ്മുടെ MLT ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് കിഫ്ബിയിലൂടെ 724 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ച് പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മിക്കുകയാണ്. അവിടെയുള്ള പുതിയ മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ MLT ബ്ലോക്ക് മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് അവരുടെ സാങ്ഷൻ വേണമായിരുന്നു സാർ. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ആ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ സാധാരണ നിലയിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി സാങ്ഷൻ എടുത്തുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഹൈറ്റിലാണ് ആ കെട്ടിടം പണിയേണ്ടത് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി സാർ. അത് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ഇപ്പോൾ ഉടനെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എല്ലാം നടത്തി കഴിഞ്ഞു. ഉടനെ തന്നെ അത് ആരംഭിക്കും. സാർ, കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്നും മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ. സൗജന്യ മരുന്നുകൾക്കായിട്ട് എത്ര കോടി രൂപ കൂടി നൽകിയെന്ന് പറയാമോ? 25 ലക്ഷത്തിൽ 17,000 രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ 4 വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,708 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സാർ. സാർ ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് 650 മുതൽ 700 കോടി രൂപ വരെ KMCL സാർ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സാർ, എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ 1,500 മുതൽ 2,000 രൂപ വരെയാകും. 9 വർഷം മുൻപ് സാർ 12 ഡയാലിസിസ് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സാർ? പുറത്ത് 1,500 മുതൽ 2,000, 1,500 കണക്കാക്കിയാൽ 3 ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സാർ 4,000, ഒരു ആഴ്ച ചെയ്താൽ 4,500 രൂപ. അപ്പൊ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ? അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിൽ ആളുകൾക്ക്, രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം. സർ, സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ്. സർ, അഭിമാനകരമായൊരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഒരുക്കിയത് എന്നാണ് എന്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ 5.6 ആണ്, നമ്മുടേത് 5 ആയിരിക്കുകയാണ് സാർ. ചരിത്രത്തിൽ വളരെ വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു. അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ, ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ
ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അതിനുശേഷം 3 വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ. പോഷകാഹാരം നൽകി സാർ. അതുകൊണ്ട് തന്നെ ശിശുക്കള് ഇപ്പൊ ഹൃദ്യമാകട്ടെ, അത് ജനിതക ഹൃദയ വൈകല്യമാണ് സാർ. അതുപോലെ കെയർ സാർ, അപൂർവ രോഗങ്ങൾ. ഒരു കഴിഞ്ഞ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. SIT-യിലാണ് സാർ. എന്താണ് അതിന്റെ ഗുണം? അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ. അത് നമ്മൾ ആരംഭിച്ചു, കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ. എന്താ മന്ത്രി പറഞ്ഞത്? എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക? ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത്, അബദ്ധം പറയരുത്. അന്ന് ഒരു കാര്യത്തിൽ അങ്ങയോട് ഞാൻ പരാതി പറയുന്നു. ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ജോയുദ്ധൻ അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട്. അങ്ങ് ഇടപെട്ടില്ല. സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട MLA-മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു. പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ്ഡ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ. യു ക്യാൻ ചാലഞ്ച്. അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് അന്ന് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതിനു മുൻപുള്ള ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ. തരണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ പരിഗണന നൽകണം. ഞാൻ MP-യുടെ പേര് പറയുന്നില്ല സാർ. പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്തെന്നറിയോ? ബട്ട് യുവർ MP ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ്, ദെൻ സോ ലെറ്റ് മി സീ എന്നാണ് സാർ പറഞ്ഞത്. അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ. സാർ, ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ. കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല. നമ്മൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ. അല്ലാതെ ഒരു പണവും കൊണ്ടല്ല നമ്മൾ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് പറയുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സർ.